പ്രവാസികളായ ഇന്ത്യക്കാർക്ക് എന്നും പറയാനുള്ളത് വിദേശത്തെ സ്ഥാപന മേധാവിയുടെ ക്രൂരത അല്ലെങ്കിൽ വീട്ടുടമയുടെ പീഡനം. എന്നാൽ ഈ വാർത്ത അത്തരം ക്രൂരതകളുടേതല്ല, നന്മ പറ്റാത്ത ചില മനുഷ്യരുടേതാണ്. ചെങ്ങന്നൂർ ചെറിയനാട് കടയിക്കാടിന് സമീപം താമസിക്കുന്ന ബിജു കഴിഞ്ഞ മാസം ഗൾഫിൽ വെച്ച് ഡ്യൂട്ടിക്കിടെ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരുന്നു. കമ്പനി ഉടൻ തന്നെ മൃതദേഹം നാട്ടിലെത്തിച്ചു. കമ്പനിയിൽ പ്ലംബറായിരുന്നു ബിജു. കണ്ണീരിൽ കുതിർന്നു നിൽക്കുന്ന കുടുംബത്തിനെ ആശ്വസിപ്പിക്കാൻ ബിജു ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ CEO തന്നെ നേരിട്ടെത്തി. ഒപ്പം 33.5 ലക്ഷം രൂപ കുടുംബത്തിന് സഹായമായി കൈമാറുകയും ചെയ്തു. ഭാഷയോ രാജ്യങ്ങൾ തമ്മിലുള്ള ദൂരമോ കേരളത്തിലെത്താനുള്ള ഹംബർട്ട് ലീയുടെ തീരുമാനം മാറ്റിയില്ല. ഗൾഫിൽ വച്ച് മരിച്ച ചെങ്ങന്നൂർ സ്വദേശിയുടെ കുടുംബത്തിന് 33.5 ലക്ഷം രൂപയുടെ ചെക്ക് വീട്ടിലെത്തി കൈമാറുകയായിരുന്നു കമ്പനി ഉടമ. ബിജു ഗൾഫിൽ വെച്ച് മരിച്ചത് ഹൃദയാഘാതം മൂലമായിരുന്നു. പ്രവാസ ലോകത്തു നിന്നും വരുന്ന മനുഷ്യസ്നേഹത്തിന്റെ കഥ കരളലിയിക്കുന്നതാണ്. ഗൾഫിൽ ജോലിക്കിടെ മരണപ്പെട്ട ജീവനക്കാരന്റെ കുടുംബത്തിന് നേരിട്ടെത്തി സഹായം നൽകുകയായിരുന്നു കമ്പനി CEO. സംഗതി സിനിമയിൽ നടന്ന കാര്യമല്ല. ഗൾഫ് മണ്ണിൽ ഒട്ടേറെ പ്രവാസികളെ സമ്മാനിച്ച കൊച്ചു കേരളത്തിലാണ് ഇത് നടന്നതെന്നതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം. ഗൾഫിൽ ജോലിക്കിടെ ഹൃദയാഘാതം മൂലം മരണപ്പെട്ട ചെങ്ങന്നൂർ സ്വദേശി ബിജുവിന്റെ കുടുംബത്തിനാണ് സഹായഹസ്തവുമായി ബിജു ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ CEO ഹംബർട്ട് ലീ എത്തിയത്. ഭാഷയോ രാജ്യങ്ങൾ തമ്മിലുള്ള ദൂരമോ ലീയുടെ ഹൃദയവിശാലതയ്ക്ക് തടസ്സമായില്ല. ലീയുടെ ഹൃദയവിശാലതയ്ക്ക് മുന്നിൽ മാറി നിന്നു. ബിജുവിന്റെ കുടുംബത്തിന് നൽകാനായി ഇൻഷുറൻസ് തുകയും മാനേജ്മെന്റും സ്റ്റാഫും ചേർന്ന് പിരിച്ച തുകയുമായി കമ്പനിയുടെ ഉടമസ്ഥനായ ഹംബർട്ട് ലീ ചെങ്ങന്നൂരിൽ നേരിട്ടെത്തുകയായിരുന്നു. ബിജുവിന്റെ വീട്ടിലെത്തി അമ്മയെയും ഭാര്യയെയും കുട്ടികളെയും കണ്ട അദ്ദേഹം അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവരെ ആശ്വസിപ്പിച്ചു. ഇന്ന് രാവിലെയാണ് കമ്പനിയുടെ ഉടമസ്ഥനായ ഹംബർട്ട് ലീ ബിജുവിന്റെ വീട്ടിലെത്തിയത്. അമ്മയെയും ഭാര്യയെയും കുട്ടികളെയും കണ്ടു. കമ്പനിയുടെ ഇൻഷുറൻസ് തുകയും കമ്പനിയും സ്റ്റാഫുകളും എല്ലാം ചേർന്ന് പിരിച്ചെടുത്ത 33.5 ലക്ഷം രൂപയുടെ ചെക്കും ബിജുവിന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും അദ്ദേഹം കൈമാറി. സാജൻ സ്കറി എന്ന വ്യക്തിയാണ് ഇക്കാര്യം ചിത്രങ്ങളടക്കം പങ്കുവച്ചത്. നന്മയുടെ മുഖമുള്ള ഈ കമ്പനി മുതലാളിക്ക് ഹൃദയം നിറഞ്ഞ സല്യൂട്ട് നൽകുകയാണ് സോഷ്യൽ മീഡിയ. ഭാഷ അറിഞ്ഞില്ലെങ്കിൽ എന്താ, കമ്പനിയുടെ ഉടമസ്ഥൻ കാട്ടിയ മനുഷ്യത്വത്തിന് മുന്നിൽ തല കുനിക്കുകയാണ് പ്രവാസ ലോകം. മനുഷ്യസ്നേഹം എന്തെന്നും നമുക്കുള്ള അവസ്ഥയിൽ നാം ഓരോരുത്തരെയും എങ്ങനെ കരുതണമെന്നുള്ളതിനും ഉത്തമ ഉദാഹരണമാണ് ഹംബർട്ട് ലീയുടെ ഈ പുണ്യപ്രവൃത്തി. സാജൻ സ്കറിയ എന്നയാളുടെ ഫേസ്ബുക്ക് കുറിപ്പ് വഴിയാണ് മനുഷ്യസ്നേഹത്തിന്റെ കഥ പുറം ലോകമറിയുന്നത്. വിദേശത്ത് സാധാരണ ജോലിക്കാരായി നിൽക്കുന്ന ഒട്ടുമിക്ക പേരും പറയുന്ന പരാതികളിൽ ഒന്നാണ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ അല്ലെങ്കിൽ വീട്ടിലെ മുതലാളിയുടെ ക്രൂരത. എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും മതിയാകാത്ത മുതലാളിക്ക് മുന്നിൽ എപ്പോഴും തല താഴ്ത്തി നിൽക്കേണ്ടി വരുന്നവരുടെ അവസ്ഥ അവർ വിവരിക്കുമ്പോൾ കേട്ടു നിൽക്കാനേ പലപ്പോഴും നാം ഓരോരുത്തർക്കും സാധിക്കാറുള്ളൂ. എന്നാൽ സാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വരുമ്പോൾ പൂർണ്ണമായും കാര്യങ്ങൾ അങ്ങനെയല്ലെന്നാണ് വ്യക്തമാകുന്നത്. സാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ചെങ്ങന്നൂർ ചെറിയനാട് കടയിക്കാടിന് സമീപം താമസിക്കുന്ന ബിജു കഴിഞ്ഞ മാസം ഗൾഫിൽ വച്ച് ഡ്യൂട്ടിക്കിടെ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. കമ്പനി ഉടൻ തന്നെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ഇന്ന് രാവിലെ കമ്പനിയുടെ ഉടമസ്ഥൻ ഹംബർട്ട് ലീ ബിജുവിന്റെ വീട്ടിലെത്തി അമ്മയെയും ഭാര്യയെയും കുട്ടികളെയും കണ്ടു. കമ്പനിയുടെ ഇൻഷുറൻസ് തുകയും കമ്പനിയും സ്റ്റാഫുകളും എല്ലാം കൂടിയുള്ള പിരിച്ച് 33.5 ലക്ഷം രൂപയുടെ ചെക്ക് ബിജുവിന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും ലീ കൈമാറി. ഒരു കമ്പനിയുടെ CEO വന്ന് തുക കൈമാറുന്നത് അപൂർവമാണ്. കമ്പനിയുടെ CEO ആയ ലീക്ക് ബിഗ് സല്യൂട്ട്. മരിച്ചുപോയ ബിജു ചേട്ടന് ആദരാഞ്ജലികൾ. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.